സംസാരിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ യങ്സ്റ്റേഴ്സ് ഒക്കെ അവരുടെയൊക്കെ ഹീറോസ് ഒക്കെ മാറുകയാണ്. അതിൽ ബേബി സാർ പറഞ്ഞ പോലെ നല്ലൊരു കാർട്ടൂൺ ആണെങ്കിൽ അവരുടെ ഉള്ളിൽ, അവരുടെ മനസ്സിൽ, അവരുടെ പ്രായത്തിനനുസരിച്ച് നന്മ ചെയ്യുന്ന ഒരു സന്ദേശമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലതായിരിക്കും. ഈ ഒരു കാലഘട്ടത്തിൽ ബേബി സാറൊക്കെ എനിക്ക് തോന്നുന്നു വരച്ചുകൊണ്ടിരുന്നത്, കുറെ ആളുകൾ ഒരു കാർട്ടൂൺ ചെയ്യണമായിരുന്നെങ്കിൽ അതിന്റെ ഓരോ മൂവ്മെന്റ്സും ഇങ്ങനെ വരയ്ക്കണമായിരുന്നു. ഒരു കുറെ മൂവ്മെന്റ്സ് വരച്ചിട്ട് വേണമായിരുന്നു ആ ഒരു ആനിമേഷനിലേക്ക് വരുവാൻ വേണ്ടി. ഇപ്പോൾ AI വന്നു, പുതിയ ഒത്തിരി മായ പോലുള്ള ഒത്തിരി സോഫ്റ്റ്വെയർ, ബ്ലെൻഡർ സോഫ്റ്റ്വെയർ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എന്ത് തോന്നുന്നു സാർ ഈ ഒരു കാലഘട്ടത്തിൽ അനിമേഷന്റെ നിർമ്മിതിയും പണ്ടത്തെ കാലത്തെ ആ ചിത്രകഥയും ഒക്കെ, അതിന് എന്തെങ്കിലും കാര്യങ്ങൾ സാറിന് പറയാനുണ്ടോ ഈ ഒരു സമയത്ത്? ഇല്ല, തീർച്ചയായും ഈ അനിമേഷൻ വളരെ നല്ല രീതിയിലാണെങ്കിൽ മാത്രമേ അത് ഏറ്റവും നന്നായിട്ട് കാര്യത്തില് നല്ല കുട്ടികളുടെ ഒരു വയലൻസിലേക്ക് പോകാതെ നല്ല രീതിയിൽ, നല്ല തമാശ, നല്ല കൊച്ചു കൊച്ചു മെസ്സേജുകൾ കൊടുക്കുന്ന രീതിയിൽ മാത്രമാണെങ്കിൽ അത് കുട്ടികളിൽ ആഴത്തിൽ നിൽക്കുള്ളൂ, മനസ്സിൽ നിൽക്കുള്ളൂ. ആ ഒരു, അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിന് മാറ്റും ആ രീതിയിൽ. അത് പാടില്ല, ഒഴിവാക്കുക. നല്ല നിർമ്മലമായ മനസ്സാണ് കുട്ടികളുടെ. അത് അതുപോലെ തന്നെ ആ നന്മ വളരാനുള്ള ഒരു അവസരം ആയിട്ട് കൊടുക്കണം. അതുപോലെ സാറ് പല ചിത്രങ്ങൾ വരച്ചില്ല. ഞാൻ പറയാം, സാറ് ഡിങ്കൻ വരച്ചു, കാന്താരി, കിച്ചു, പക്രു, അതുപോലെ വൈദ്യരും നമ്പോലനും, ശക്തിമരുന്ന്. ഇതിൽ ഏത് കാർട്ടൂണാണ് ഏറ്റവും പോപ്പുലർ ആയത്? പോപ്പുലർ ഡിങ്കൻ തന്നെയാണ്. അതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? എന്തുകൊണ്ടാണത് പോപ്പുലർ ആകാനുള്ള കാരണം എന്തെങ്കിലും അതിന്? അത് പിന്നെ അത് നേരത്തെ ഉണ്ടായിരുന്നത് അതിനോട് ഇതായിട്ട് ആ സമയത്തുണ്ടായിരുന്ന ഈ മന്ത്രവാദവും ഇതൊക്കെ കൊണ്ടുള്ള ഒരു ഇതൊക്കെയാണ്. മന്ത്രം കൊണ്ട് ആ രീതിയിലുള്ള കഥകളാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാധാരണ ഒരു ഒന്നുമില്ലാത്ത ഒരു തീരെ ശക്തി കുറഞ്ഞൊരു സാധനത്തിന് അപാര ശക്തി ഉണ്ട്, അവന് ശക്തിയുണ്ട് എന്നുള്ള ഇത് തോന്നുന്നു. അവൻ അതിനെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ശക്തി വിനിയോഗിക്കുക എന്നുള്ളതാണ്. ഡിങ്കൻ ഒരു ചുണ്ടലിയാണ്. അവന് ഒരു അന്യഗ്രഹത്തിൽ നിന്ന് വന്നൊരു ശക്തി കൊടുക്കുകയും ആ ശക്തി നല്ല കാര്യത്തിന് മാത്രം വിനിയോഗിക്കുക, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ഭസ്മമാക്കി കളയും, ചാരമാക്കി കളയും എന്ന് പറയുക. അങ്ങനെ അവൻ നന്മയ്ക്ക് വേണ്ടി പിന്നെ ആപത്തിൽപ്പെടുന്നവരെ സഹായിക്കുക, രക്ഷിക്കുക. അങ്ങനെ പക്ഷികളും മൃഗങ്ങളും എല്ലാവരും അവരെ രക്ഷിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനം. ഇത് ഡിങ്കൻ ശക്തൻ, എതിരാളിക്കൊരു പോരാളി എന്നൊക്കെ ഉള്ള ഒരു ടാഗ് ലൈനൊക്കെ ഉണ്ട് അതിന്. ഡിങ്കൻ ഉറച്ചു നിന്നാൽ പാറ പോലെ എന്നൊക്കെ ഉള്ളതുണ്ട്. അല്ലാതെ അതാണ് കുട്ടികളെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അല്ല ഓം ക്രീം എന്നൊക്കെ പറയുമ്പോൾ അതൊരു വേറൊരു രീതിയിലായി. അങ്ങനെ പോകുന്നില്ല. ഡിങ്കൻ ശക്തൻ, എതിരാളിക്കൊരു പോരാളി എന്നൊക്കെ പറയുമ്പോൾ അതൊരിതാണ്. അവൻ തീരെ ഇത്രയേ ഉള്ളൂ, അവനെ കൊണ്ട് എന്ത് സാധിക്കും എന്നുള്ളൊരു അവന് സാധിക്കും എന്നുള്ളത് കാണിച്ചു കൊടുക്കുന്ന രീതിയിലാണ്.